Hi all. Today we are going to discuss the chapter Outcast. The Outcast. Okay, The Outcast, written by Sharan Kumar Limbale. So, as we know, the chapter The Outcast is a translation. It is a translation of the work Akarmashi, published in 1984. The work is a kind of autobiographical novel by our Sharan Kumar Limbale. And this Akarmashi means an offcast, or this outcast is a autobiographical novel. And mainly it deals with the exploitations and oppressions suffered by the Dalit community of India. So the chapter or this novel is mainly discussing the element of this minority community people and their life, the oppressions and this exploitation which they have suffering. And this Mahar community, the low class community, and all the other low class, so-called low class communities are suffering a number of exploitations and a number of cruelties from this higher class persons. Like this, our Sharan Kumar Limbale also, a person who suffered many cruelties from this higher class persons. സോ നമ്മുടെ റൈറ്റർ ശരൺ കുമാർ ലിംബാലെ ഒരു താഴ്ന്ന ജാതിക്കാരനാണ്. ആസ് വി നോ, അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് കുറച്ച് അത്യാവശ്യം വളരെയധികം സ്ട്രഗിൾ ചെയ്ത ഒരു ലൈഫാണ്. ഹിസ് ഫാദർ ഒരു ഇല്ലെജിറ്റിമേറ്റ് സൺ ആണ്. അപ്പോൾ ശരൺ കുമാർ ലിംബാലെ എന്ന് പറയുന്നത് ഒരു ഇല്ലെജിറ്റിമേറ്റ് സൺ ആണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ മറാത്ത കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണ്. മറാത്ത കമ്മ്യൂണിറ്റി ഒരു ഹയർ ക്ലാസ് കമ്മ്യൂണിറ്റിയാണ്. ബട്ട് മദർ ഒരു മഹർ കമ്മ്യൂണിറ്റി പേഴ്സൺ ആണ്. മഹർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ദളിത് കമ്മ്യൂണിറ്റിയാണ്, ഒരു ലോ ക്ലാസ് കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ ഈ ലോ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ വിളിക്കപ്പെടുന്നതാണ്, അല്ലാതെ അങ്ങനെ ഒരു വിഭാഗമല്ല. പക്ഷേ സൊസൈറ്റി അവരെ ലോ ക്ലാസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സോക്കോൾഡ് ലോ ക്ലാസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ മദർ. അപ്പോൾ ഈ രീതിയിൽ ഒരു ഇല്ലെജിറ്റിമേറ്റ് ആയിട്ട് നിയമപ്രകാരമല്ലാതെ ജനിക്കപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു നമ്മുടെ ശരൺ കുമാർ ലിംബാലെ. സോ ദിസ് ഇസ് വൈ ഹി ബിക്കെയിം എൻ ഔട്ട്കാസ്റ്റ്. ഔട്ട്കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു രണ്ട് വിഭാഗത്തിലും പെടാത്ത, എല്ലാത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു പേഴ്സൺ. സ്വന്തമായി ഒരു ഏത് കാസ്റ്റിലാണെന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥ, ഒരു ഹാഫ് കാസ്റ്റ്, അല്ലെങ്കിൽ ഒരു എന്താണ് ഈ പറയുന്ന രീതിയിൽ ഒരു പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ ലൈഫ്, എഡ്യൂക്കേഷൻ കാര്യങ്ങളെല്ലാം വളരെയധികം സ്ട്രഗിൾഡ് ആണ്. എങ്കിൽ കൂടി ഓൾ ഇന്ത്യ റേഡിയോയിലെയും അതുപോലെ തന്നെ വൈസിയം യൂണിവേഴ്സിറ്റിയിലെയൊക്കെ അദ്ദേഹത്തിൻ്റെ സേവനം അദ്ദേഹത്തിൻ്റെ നല്ല രീതിയിലേക്ക് ഒരു റൈറ്ററിൻ്റെ ഒരു നിലയിലേക്ക് മാറ്റപ്പെടുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് എന്ന് പറയുന്നത് പൊതുവെ ഫോർ ദിസ് ദളിത് കമ്മ്യൂണിറ്റി, the issues and all this experiences of a Dalit person is mainly portraying through his writings. സോ ഒരു ദളിത് കമ്മ്യൂണിറ്റിയും അവരുടെ ലൈഫുമാണ് അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ മുഴുവനായിട്ടും പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യപ്പെട്ടത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ വേർഡ്സ് ആയിരുന്നു ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ വെപ്പൺസ് എന്ന് പറയുന്നത്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അക്കർമഷി എന്ന പേരിൽ ആണ് അദ്ദേഹത്തിൻ്റെ വർക്ക് പബ്ലിഷ് ചെയ്തത് 1984. മഹർ ലാംഗ്വേജിലായിരുന്നു അദ്ദേഹം, മഹർ ഡയലക്റ്റിൽ, മറാത്തി ലാംഗ്വേജിലെ മഹർ ഡയലക്റ്റിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ട്രാൻസ്ലേഷനാണ് നമ്മൾ ഈ പഠിക്കുന്ന ദ ഔട്ട്കാസ്റ്റ് എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ഒരുപാട് ലാംഗ്വേജസിലേക്ക് ഈ ഒരു വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇൻ മലയാളം ഓൾസോ. മലയാളത്തിൽ നമുക്ക് കാണാം അർദ്ധജാതിക്കാരൻ്റെ ആത്മനൊമ്പരങ്ങൾ എന്ന് പറഞ്ഞൊരു വർക്കായിട്ടാണ് ഈ ഒരു സെയിം അക്കർമഷി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടുള്ളത്. സോ സന്തോഷ് ബൂംകാർ 2003 ട്രാൻസ്ലേറ്റ് ചെയ്ത ഇംഗ്ലീഷ് വേർഷനാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സോ ദളിത് സ്റ്റഡീസിൻ്റെ, ദളിത് ലിറ്ററേച്ചറിൻ്റെ ഒരു ഭാഗമാണ്
ഈ ഒരു വർക്ക്. ഒരുപാട് റൈറ്റേഴ്സ്, ഒരുപാട് പേര് ദളിതരുടെ പ്രശ്നങ്ങളും അവരുടെ ജീവിതവും അവരുടെ കഥകളും വർക്കുകളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ആ രീതിയിൽ ദളിത് ലിറ്ററേച്ചർ നമുക്ക് നമ്മുടെ മുന്നിൽ ദളിതരുടെ പ്രശ്നങ്ങളും മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിൻ്റെ ജീവിത പ്രശ്നങ്ങളും വളരെയധികം നല്ല രീതിയിൽ തുറന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ ദളിത് ലിറ്ററേച്ചറിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഓക്കെ, സോ അക്കർമഷി, സെയിം ദിസ് അക്കർമഷി എന്ന് പറയുന്നത് ശരൺകുമാർ ലിംബാലെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസസ് ആണ് ഈ പറയുന്ന ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നത്. ഒരു റിയലിസ്റ്റിക് പിക്ചർ അല്ലെങ്കിൽ ഒരു ദ ഡാർക്കർ സൈഡ് ഓഫ് ദി ഇന്ത്യൻ സൊസൈറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പറയുന്ന ഔട്ട്കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് അൺടച്ചബിൾ ഫാമിലിയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരുപാട് സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന, അല്ലെങ്കിൽ ഹയർ ക്ലാസ് കമ്മ്യൂണിറ്റീസിൽ നിന്നും ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ശരൺകുമാർ ലിംബാലെ. അപ്പോൾ ഈ ഒരു ഒപ്രസ്ഡ് കാസ്റ്റ് ആയിട്ടുള്ള മഹർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു ആൾ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസസ് ആണ്, ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷനിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഈ പറയുന്ന രീതിയിൽ നമുക്ക് മുന്നിൽ തുറന്ന് കാണിക്കുന്നത്. സോ അവർ ശരൺകുമാർ ലിംബാലെ ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് many other persons who belongs to this low class communities. ഓക്കെ, സോ എല്ലാ ലോ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട, നമ്മൾ ഈ പറയുന്ന ലോ ക്ലാസ് വിഭാഗങ്ങൾ എന്ന് പറയുന്ന അതിൽപ്പെട്ട എല്ലാ ആളുകളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് അദ്ദേഹം നമുക്ക് മുന്നിൽ ഈ ഒരു അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് തുറന്ന് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു സ്കൂൾ ലൈഫാണ്. ഈവൻ ഒരു കുട്ടി, even a child from this low class community itself is experiencing a number of exploitations and operations from this higher class persons, from this higher class students. കുട്ടികൾ പോലും ഈ രീതിയിൽ ഒരുപാട് സ്ട്രഗിൾസ് അവരുടെ സ്കൂളുകളിൽ അനുഭവിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ ഒരു വർക്ക്. Okay, so whenever it comes to the chapter, we can see the chapter is starting with a scene of picnic. ഓക്കെ, ഒരു പിക്നിക്കിന് പോകുന്ന കുട്ടികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പിക്നിക്കിൻ്റെ ഒരു അനുഭവം, അതാണ് സ്കൂളിൽ നിന്ന് പോകുന്ന ഒരു പിക്നിക്കിൻ്റെ അനുഭവം, അതാണ് അദ്ദേഹം ഇവിടെ നമുക്ക് മുന്നിൽ പറയുന്നത്. ഓക്കെ, സോ ചാപ്റ്ററിലേക്ക് വരാം. സോ ദ ചാപ്റ്റർ ഇസ് ആൻ ഇൻട്രസ്റ്റിംഗ് നറേഷൻ. ഒരു ചെറിയ കുട്ടികളുടെ ഒരു നറേഷൻ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിലൂടെയാണ് പോകുന്നത്. സോ വളരെ രസകരമായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പക്ഷേ എങ്കിൽ കൂടി ഒരുപാട് തോട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതിലെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് വളരെയധികം കണ്ണ് നനയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഭാഗമാണ്. അതിൽ മദറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് അവിടെ എത്താം. സോ whenever comes to the first paragraphs, one day all the boys and girls from our school were going on a picnic, but we, the Mahar boys, did not know this, and so had come to school as usual, our school bags on our backs. Then our teacher asked us also to go back and get our tiffin. Excited at the thought of being out of school, we ran home like oxen in a race on the third day. സോ ഇവിടെ ഈ പറയുന്ന രീതിയിൽ ഒരു പിക്നിക്കാണ് അവിടെ നമുക്ക് മുന്നിൽ കാണിക്കുന്നത്. ഒരു സ്കൂളാണ്, അത്ര വലിയ നല്ലൊരു സ്കൂളൊന്നുമല്ല, തകർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ പഴയ കാലത്തൊരു ഓലമേഞ്ഞ ഷെഡ് പോലെയുള്ള ഒരു സ്കൂളാണ്. ആ ഒരു സ്കൂളിൽ ഇവർ സാധാരണ രീതിയിൽ പോവുകയാണ്. അവരുടെ കയ്യിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ബാഗ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ആ ഒരു നമുക്ക് വിളിക്കാവുന്ന ആ ഒരു ബാക്കിൽ ആ ഒരു ബാഗും താങ്ങി പിടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് സാധാരണ പോലെ ഒരു ടിഫിനും പിടിച്ച് അവരെത്തുകയാണ്. ആ എത്തുന്ന സമയത്താണ് അവരറിയുന്നത് സ്കൂളിൽ നിന്ന് ഒരു പിക്നിക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യം. അത് കേട്ടപാടെ ഇവർ ഈ പറയുന്ന ഒരു കർഡേയിൽ ഈ പറയുന്ന ഒരു ഓക്സൺ റേസ് ഉണ്ടാവാറുണ്ട്. ആ ഓക്സൺ റേസിൽ കാളയോട്ടത്തിൽ കാള പായുന്നത് പോലെ എന്നാണ് അവിടെ പറയുന്നത്. ആ രീതിയിൽ അവർ വീട്ടിലേക്ക് ഓടുകയാണ്. ഓക്കെ, ആൻഡ് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ഈ പിക്നിക്കിന് പോകുമ്പോഴുള്ള അവരുടേതായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്.
പോകുന്നത്. ഓക്കെ, അപ്പോൾ അവർ വരുന്ന അവരുടെ കയ്യിൽ ടിഫിനില്ല, വെറും ഒരു സ്കൂൾ ബാഗുമായിട്ടാണ് വരുന്നത്. അപ്പോൾ തിരിച്ചു പോകുന്നത് ഈ പറയുന്ന ടിഫിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ വി റിട്ടേൺഡ് വിത്ത് അവർ ജോവാർ ബക്കാരി ആൻഡ് ചട്നി ടൈഡ് അപ്പ് ഇൻ ഡേർട്ടി റാക്സ് ആൻഡ് ജോയിൻഡ് ദ ഗ്രൗണ്ട് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഹൂ വർ സ്റ്റാൻഡിങ് ഇൻ റോസ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്താണ് ദ ജോവാർ ബക്കാരി എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് റൊട്ടിയാണ്. അതായത് നമ്മൾ ഈ അടുപ്പിലിട്ട് എന്താണ് ചൂടാക്കി എടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് റൊട്ടിയാണ്. ചോളം കൊണ്ടൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റൊട്ടിയാണ്. അത് അത്യാവശ്യം ഹാർഡായിരിക്കും. ഓക്കെ, അതും ചട്നിയായിട്ട് ഒരു പഴയ കീറി പറഞ്ഞ ചളിയായിട്ടുള്ള ഒരു തുണി സഞ്ചിയിലാക്കി വെച്ചിട്ട് അവർ ഓടി വന്ന് ആ പറയുന്ന ബാക്കി കുട്ടികളുടെ ഒപ്പം ആ നിരയിൽ നിൽക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ദെൻ ബിവാർബായ് അപ്പിയർഡ് ഗ്രിപ്പിംഗ് ദ സ്റ്റാക്ക് ഓഫ് ദി ഡ്രൈ ജോവാർ പ്ലാന്റ്. റഫ്ലി ഷീ പുൾഡ് പാർഷ്യ ഫ്രം ഹിസ് റോ മേക്കിംഗ് ഹിം ക്രൈ. ബിവാർബായ് ഡ്രാഗ്ഡ് ഹിം ഓഫ്. പാർഷ്യ വാണ്ടഡ് ടു ഗോ ഓൺ ദ പിക്നിക് വിത്ത് അസ് ബട്ട് ബിവാർബായ് വുഡന്റ് ലെറ്റ് ഹിം. അപ്പോൾ ബിവാർബായ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്. അവർ ഈ പാർഷ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയെ അവിടെ നിന്ന് പിടിച്ചു വലിച്ച് കൊണ്ടുപോവാണ്. ഒരു വടി വെച്ചിട്ട് അതിനെ അടിച്ച് അതിനോട് ദേഷ്യപ്പിടിച്ച് അതിനെ ആ പറയുന്ന റോയിൽ നിന്ന് കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് അവർ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ്. അപ്പോൾ ഇനി പാർഷ്യ ആരാണ് എന്ന് പറയുന്നുണ്ട്. സോ അതിന് മുന്നേ പാർഷ്യ ഫോളോ മീ ഓർ ഐ വിൽ കിക്ക് യു. യുവർ ഫാദർ ഹാസ് ലെഫ്റ്റ് ടു ഡിഗ് pigs without eating anything. You must take his food to him or he will starve the whole day. He will chop you to pieces when he returns. Come along. Bivarabai was very annoyed at Parsha and she lashed his back, abusing him. So ഈ സ്ത്രീ നമ്മുടെ പാർഷ്യയോട് പറയുന്നത് അവൻ്റെ ഫാദർ ഈ പറയുന്ന പാടത്ത് പണിക്ക് പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിനുള്ള ഫുഡ് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ നിന്ന് ഈ കുട്ടിയെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ ഇറ്റ് ഫെൽറ്റ് സ്ട്രേഞ്ച് ടു ബി മൂവിംഗ് with all the teachers, boys and girls in a single group. Women gathering dry dung cakes watched us admiringly. We were excited. Harya, who was grazing cattle along the banks of the stream, looked restless. His father had taken him away from school and put him to work. Grazing cattle, Harya was employed on Girmalia's farm. For his hard work, he received food and 100 rupees a year. Harya's mother didn't even have proper clothes. Most of the time, everyone in his house was only half fed. Now that Harya had started working, he was no longer a burden, but as an asset to the family. The question of his bread was solved. There would be his pay at the end of every year. Clothes could be bought now for everyone in the house with that money. As well as we all passed by in rows, Harya astride a buffalo was singing. So ഇവർ പിക്നിക് സ്റ്റാർട്ട് ചെയ്യാണ് and they are going ഫോർ ദിസ് പിക്നിക് പ്ലേസ്. അവർ ഒരു വരിയായിട്ട് നടന്ന് നീങ്ങുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളാണ് ഇനി പറയാൻ പോകുന്നത്. സോ ഒരുപാട് സ്ത്രീകൾ ഡങ് കേക്ക്സ്, നമ്മൾ ഈ പറയുന്ന ചാണകം ഉണങ്ങിയത് അവർ ഈ പറയുന്ന ഒരു കത്തിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ സ്ത്രീകൾ ദേ വർ വാച്ചിങ് ദീസ് സ്റ്റുഡൻസ് അഡ്മയറിംഗ്ലി. കാരണം അവർക്കൊന്നും ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല സ്കൂളിൽ പോകാനോ ഈ പറയുന്ന രീതിയിൽ പിക്നിക്ക് പോകാനോ ഒന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ കുട്ടികൾ നടന്നു നീങ്ങുന്നത് കാണുന്നത് ഒരു അഡ്മിറേഷനോട് കൂടിയാണ് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം അവർ കാണുന്നത് മറ്റൊരു കുട്ടി, ഒരു ഹാര്യ എന്ന് പറയുന്ന ഇവരുടെ സ്കൂളിൽ പണ്ട് പഠിച്ചിരുന്ന കുട്ടിയാണ്. ബട്ട് ഇപ്പോൾ അവൻ അവൻ്റെ പഠനം നിർത്തിയിരിക്കുന്നു. ആൻഡ് അവൻ ഈ പറയുന്ന രീതിയിൽ ഒരു കാറ്റിലിനെ അവിടെ ഈ പറയുന്ന ഹി വാസ് ഗ്രേസിങ് കാറ്റിൽ, ഒരു കാറ്റിൽ മേയിച്ചുകൊണ്ട്, പശുവിനെ മേയിച്ചുകൊണ്ട്, ഒരു ബഫലോയെ മേയിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഇരുന്ന് പാട്ട് പാടിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന അവൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഗിർമാല്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ലാൻഡ് ലോഡ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഫാം ഉണ്ട്. ഈ ഫാമിലെ പശുക്കളെ മേയ്ക്കുക എന്ന് പറയുന്ന പണിയാണ് ഇപ്പോൾ അവന്. അവിടെ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ജോലിക്ക് പോകുന്നത് കൊണ്ട് അവൻ്റെ ഫാമിലിക്ക് ഇപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള ഫുഡ് ആ ഫാമിലി കണ്ടെത്തേണ്ട ആവശ്യമില്ല, ബാക്കിയുള്ളവർക്ക് കണ്ടെത്തിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് അവർക്ക് 4 പേർക്ക് അല്ലെങ്കിൽ ഇത്ര പേർക്ക് കിട്ടുന്ന ഫുഡിൽ ഒരാളെ കുറഞ്ഞ് കിട്ടുമ്പോൾ ബാക്കിയുള്ളവർക്ക് വയറ് നിറച്ച് കഴിക്കാം. വയറ് നിറച്ച് എന്നല്ല, എന്നാലും അതുകൂടി മറ്റുള്ളവർക്ക് കഴിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവന് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു വാർഷിക വരുമാനമാണ് അവന് കിട്ടുന്നത്. എവ്രി ഇയർ അവനൊരു ഈ പറയുന്ന രീതിയിൽ അവർ ഈ പറയുന്ന ഒരു സാലറി കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ മറ്റൊന്നുമല്ല, ഈ പറയുന്ന രീതിയിൽ 100 റുപ്പീസാണ് ഒരു വർഷത്തിൽ അവന് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത്. ഈ പൈസ കിട്ടുമ്പോഴാണ് അവരൊരു ഡ്രസ്സ് പോലും വാങ്ങിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ പരിചയപ്പെടുന്ന രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് ഹാരിയാണ്, ഒന്ന് പാർഷ്യയാണ്. സോ നെക്സ്റ്റ് പാരഗ്രാഫ്. ദ ടഫ് ബോയ്സ് ഓഫ് ദി ഗ്രൂപ്പ് വെന്റ് അപ്പ് ദ ട്രീസ് ആൻഡ് ദ അതർ ബോയ്സ് ആൻഡ് ഗേൾസ് ran about
all over the place. The girls played Fugadi. Then their teachers' card games. There was a great fun and excitement. Too young to participate, I merely watched them from a distance, admiring them as though those dung-gathering women had admired us. Okay, അപ്പോൾ ഇനി പിക്നിക് പ്ലേസ് എന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ള വലിയ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല, പുറത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ പിക്നിക് പ്ലേസിൽ ഒരു ഗ്രൗണ്ടിൽ അവരെത്തിച്ചേരുന്നു. അവിടെ വെച്ചിട്ട് ഈ പറയുന്ന എന്താണ് കുറച്ച് വികൃതിയായിട്ടുള്ള കുട്ടികൾ, യെസ്, ദേ വർ ക്ലൈംബിങ് അപ് ടു ദ ട്രീസ്. ഓക്കെ, ബാക്കി കുട്ടികൾ എന്താണ് ഈ പറയുന്ന രീതിയിൽ ഫുഗാദി എന്ന് പറയുന്ന അവരുടെ ഒരു ഗെയിം ഉണ്ട്, അത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് കാർഡ് ഗെയിംസ് കളിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ പറയുന്ന രീതിയിൽ എന്താണ് അവർ ഈ പറയുന്ന നമ്മുടെ കുട്ടികളിൽ ഒരാൾ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രായം കുറഞ്ഞൊരു കുട്ടി എന്നുള്ള രീതിയിൽ ആ ഡങ് കേക്ക്സ് പെറുക്കുന്ന സ്ത്രീകൾ നോക്കി നിന്നതുപോലെ നമ്മളുടെ ഈ പറയുന്ന നമ്മുടെ റൈറ്ററും എന്താണ് ഈ കുട്ടികൾ കളിക്കുന്നത് നോക്കി നിൽക്കുകയാണ്. ദ വാണി ആൻഡ് ബ്രാഹ്മിൻ ബോയ്സ് പ്ലേഡ് കബഡി. Being marked as mahars, we couldn't join them. ഓക്കെ, അപ്പോൾ ഹയർ ക്ലാസ് പേഴ്സൺസിന് അവിടെ കളിക്കുന്ന കളിയായിരുന്നു കബഡി എന്ന് പറയുന്നത്. ഓക്കെ, ബ്രാഹ്മിൻ ബോയ്സ്. ഓക്കെ, സോ മല്യ, ഉംപ്രിയ, പാർഷ്യ, ആൾ ഫ്രം മൈ കാസ്റ്റ് ബിഗാൻ ടു പ്ലേ ടച്ച് ആൻഡ് ഗോ. സോ പാർഷ്യയുടെ തിരിച്ചെത്തിയിട്ടുണ്ട്, വീണ്ടും അവരെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം എന്താണ് മഹർ കമ്മ്യൂണിറ്റി, താഴ്ന്ന കമ്മ്യൂണിറ്റിയിലായതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന കബഡിയിൽ ജോയിൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല. സോ അവരെന്താണ് ടച്ച് ആൻഡ് ഗോ, നമ്മൾ ഈ പറയുന്ന എന്താണ് തൊട്ടുകളി, അതാണ് കളിച്ചുകൊണ്ടിരുന്നത്. സോ വി പ്ലേഡ് വൺ കൈൻഡ് ഓഫ് ഗെയിം വൈൽ ദ ഹൈ കാസ്റ്റ് വില്ലേജ് ബോയ്സ് പ്ലേഡ് അനദർ. So എന്താണ് the higher class community students played kabaddi and the other games, but this persons were belongs to this lower class community. Because of that they played this touch and go. The two games were played separately like two separate whirlwinds. രണ്ട് കളികൾ ഒരു ഗ്രൗണ്ടിന്റെ രണ്ട് ഭാഗത്തായിട്ട് ഒരു whirlwindനോടാണ് അവിടെ കമ്പയർ ചെയ്യുന്നത്. നമ്മൾ ഈ പറയുന്ന ഒരു ചുഴലിക്കാറ്റ് പോലെ രണ്ടും രണ്ട് രീതിയിൽ രണ്ട് സ്ഥലങ്ങളിലാണ് നടക്കുന്നുണ്ട്. സോ ഇവിടെയും ഈ കളികളിൽ പോലും എന്താണ് ഈ പറയുന്ന കാസ്റ്റാണ്, കമ്മ്യൂണിറ്റി എന്താണ് ഡിസ്ക്രിമിനേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ പ്ലേ ഓവർ വി സെറ്റിൽഡ് ഡൗൺ ടു ഈറ്റ്. ബോയ്സ് ആൻഡ് ഗേൾസ് ഫ്രം ദ ഹൈ കാസ്റ്റ്സ് ലൈക്ക് വാണി, ബ്രാഹ്മിൻ, മർവാരി, മുസ്ലിം, മറാത്ത, ടെലി, ഫിഷർമാൻ, ഗോൾഡ് സ്മിത്സ് ആൻഡ് all the other teachers, about 100 or so, sat in a circle under a banyan tree. Okay, so we the Mahar boys and girls were asked to sit under another tree. The high caste one said a prayer before eating, which didn't make any sense to us. So ഹയർ ക്ലാസ് ആയിട്ടുള്ള കുട്ടികളും ടീച്ചേഴ്സും ഒരു 100ഓളം വരുന്ന എല്ലാവരും കൂടി നല്ലൊരു ആൽമരത്തിന്റെ ചോട്ടിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. പക്ഷെ ഞങ്ങളെ അവരുടെ അടുത്ത് ഇരുത്തിയിരുന്നില്ല. സോ ഞങ്ങൾ മറ്റൊരു ട്രീയുടെ അടിയിൽ ഇരുന്നിട്ടായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. ബിക്കോസ് ദിസ് പേഴ്സൺ, ദിസ് സ്റ്റുഡൻസ്, ദിസ് ചൈൽഡ്സ് ബിക്കംസ് ടു ദിസ് ലോ ക്ലാസ് കമ്മ്യൂണിറ്റി. ഓക്കെ, സോ പാർഷ്യ didn't even have a piece of cloth to tie up his food in. So his bakaris were tied with mine. അവന് ഈ പറയുന്ന പാർഷ്യ എന്ന് പറയുന്ന കുട്ടിയുടെ കയ്യിൽ ഒരു തുണി പോലെ അത് പൊഞ്ഞു കൊണ്ടുവരാനുള്ള കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലായിരുന്നു അവൻ്റെ ഫുഡ്. സോ മല്യ ഹാഡ് ബ്രോട്ട് ബോംബിൽ ഫിഷ്. ഉംപ്രിയ ഹാഡ് ബോട്ട് ഓൺലി ബക്കാരി ആൻഡ് നോ ചട്നി. വി ഓപ്പൺഡ് അവർ ബണ്ടിൽസ്. ദ ഹൈ കാസ്റ്റ് ചിൽഡ്രൻ ഓഫേർഡ് ദെയർ ഫുഡ് ടു അവർ ടീച്ചേഴ്സ്. ദെയർ വാസ് എ വെറൈറ്റി ഓഫ് ഫ്രൈഡ് ആൻഡ് ടേസ്റ്റി ഫുഡ്. സോ ഞങ്ങളുടെ ഫുഡാണ്, അപ്പോൾ ഫുഡിങ് ടൈം ആണ്. ഈ പറയുന്ന ഫുഡിങ് ടൈമിൽ പോലും കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാൻ പറ്റും. ഹൈ ക്ലാസ് കുട്ടികൾ അവർ കൊണ്ടുവന്ന നല്ല ഫ്രൈഡ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സ്മെല്ല് വരുന്ന ഫുഡ് ടീച്ചേഴ്സിന് ഓഫർ ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് അത് വാങ്ങുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട്. ബട്ട് ദീസ് ലോ ക്ലാസ് കമ്മ്യൂണിറ്റി സ്റ്റുഡൻസിൻ്റെ കയ്യിൽ എന്താണ്, വെറും ഈ പറയുന്ന ഹാർഡായിട്ടുള്ള ബക്കാരിയും. ചിലരുടെ കയ്യിൽ ബക്കാരി ഇല്ല. ഈ പറയുന്ന 4-5 കുട്ടികളാണുള്ളത്. അവരുടെ ഒരാളുടെ കയ്യിൽ ബക്കാരി ഉണ്ടെങ്കിൽ ഒരാളുടെ കയ്യിൽ കറിയില്ല, ചട്നി ഇല്ല. മറ്റൊരാൾ ഒരു താഴ്ന്ന ഒരു ബോംബിൽ ഫിഷ്, ഒരു എന്താണ് ആകെ എന്താണ് പഴക്കം ചെന്ന ഒരു ബോംബിൽ ഫിഷിൻ്റെ കറി കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇവർ ഈ പറയുന്ന 4 പേരും കൂടി അത് ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. ഈവൻ ദ ട്രീ വി സാറ്റ് അണ്ടർ was tattered like us. Whenever the wind shook its branches, it produced waves of hot air that hit our faces. We sat in its broken shadow. Malya offered us his bambil curry, and in exchange we offered him our dry bakari. As he had not brought any, dare I offer my chutney bakari to my teacher? Would he eat it? Bakaris of the high caste were of course better quality. Their mothers had given them fried food, whereas we had just pieces of dry bakaris which were hardly enough to satisfy the cave of hunger. So ഇവരുടെ ബക്കാരി ഇവർക്ക് ടീച്ചേഴ്സിന് ഓഫർ ചെയ്യാൻ മടിയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള, അത്ര നല്ല ഒരു ക്വാളിറ്റിയുള്ള ബക്കാരി ഒന്നുമല്ല.
റൊട്ടിയല്ല. ബട്ട് ഹൈ കാസ്റ്റ് കുട്ടികൾ അത് ടീച്ചേഴ്സിന് കൊടുക്കുന്നുണ്ട്. കാരണം അവരുടേത് നല്ല ക്വാളിറ്റിയുള്ള റൊട്ടിയായിരിക്കും. ഓക്കെ. ആൻഡ് ഈവൻ ഇവരിയ്ക്കുന്ന മരത്തിൽ പോലും ഈ പറയുന്ന ഇവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ആ മരം പോലും ആ രീതിയിലായിരുന്നു, വളരെ ഉണങ്ങി പൊട്ടി വീഴാറായിട്ടുള്ള ഒരു മരത്തിൻ്റെ അടിയിലായിരുന്നു ഇവർ ഇരുന്നിരുന്നത്. ബട്ട് മറ്റു കുട്ടികൾ, ഹയർ ക്ലാസ് കുട്ടികൾ ഇരുന്നിരുന്നത് നല്ല ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ ആ മരത്തിൽ പോലും നമുക്ക് ഈ പറയുന്ന കുട്ടികളുടെ നിലവിലെ കണ്ടീഷൻ, ആ ഒരു സിറ്റുവേഷൻ അതിലൂടെ പോലും നമുക്ക് കണ്ടെത്താൻ പറ്റും. Okay, so next paragraph. My stomach was like a way to the graveyard that continuously swallows the dead. My mother, Mazamai, used to shout angrily, "What is it you have, a stomach or Akalkot?" ഓക്കെ. സോ ഈ അക്കൽക്കോട് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലുള്ള ഒരു ടൗൺ ആണ് കേട്ടോ. ഒരു പഴയ കുറച്ചുകൂടി അത്ര ഡെവലപ്ഡ് അല്ലാത്ത ഒരു ടൗൺ ആണ്. ഓക്കെ. സോ and there seems to be a gizzard in your stomach. കൊക്കപ്പുഴാണ് ഉദ്ദേശിച്ചത്. സോ നമ്മൾ പറയുന്ന, why don't you go around with a big bowl at your mouth? I always felt half fed. Whatever was given, I ate greedily, and nothing was ever enough. Everyone in my house needed food, so how could I alone think of eating till I was full? I had searched for every bit of leftover food in the house, so to make up my tiffin. I felt I had swallowed the whole land and was chewing stones. So മറ്റൊന്നല്ല, നമുക്കെല്ലാം വയറ് നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണം നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന നമ്മുടെ റൈറ്ററിൻ്റെ വീട്ടിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്, ഇവർക്ക് എല്ലാവർക്കും കൂടി കഴിക്കാനുള്ള ഫുഡ് അവിടെ ഇല്ല. ആകെയുള്ള ഫുഡ് ഇവരെല്ലാം കൂടെ വീതിച്ച് തിന്നുകയാണ്. ഓക്കെ. അപ്പോൾ ഈ വീതിച്ച് കഴിക്കുന്ന സമയത്ത് ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ളത് ഒരിക്കലും കിട്ടുന്നില്ല. പക്ഷെ നമ്മുടെ ഈ പറയുന്ന റൈറ്ററിന് എത്ര കഴിച്ചാലും മതിയാവുന്നില്ല. കാരണം വിശപ്പ് അടങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ വാരി വലിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ അവൻ അത്രയ്ക്ക് വിശപ്പുണ്ട്. ഈ പറയുന്ന ആ ലോകം മുഴുവൻ, അല്ലെങ്കിൽ ഈ ഭൂമി മുഴുവൻ കടിച്ച് കഴിക്കാനുള്ള അത്രയും വിശപ്പ് അവൻ്റെ വയറ്റിലുണ്ട്. ആൻഡ് ഈ പറയുന്ന രീതിയിൽ ഒരു ഡെഡ് ഗ്രേവ് യാർഡിലേക്ക് എത്ര ഡെഡ് ബോഡി കൊണ്ടു ചെന്നാലും അത് അതിൻ്റെ ഉള്ളിൽ അടക്കം ചെയ്യും. ആ രീതിയിലാണ് അവൻ്റെ വയറ് എന്ന് പറയുന്നത്. എത്ര ഫുഡ് ചെന്നാലും അത് ആ വയറ്റിലേക്ക് എത്തും, അല്ലെങ്കിൽ വയറ് താങ്ങും എന്നാണ് പറയുന്നത്. കാരണം അത്രയധികം വിശപ്പുണ്ട്. അതുകൊണ്ടാണ് ആ മദർ ചോദിക്കുന്നത്, നിന്റെ വയറെന്താണ്, അക്കൽക്കോട്ടാണോ, അത്രയും വലിയ ഒരു സിറ്റി ആണോ എന്ന് പറയുന്നത്. ഓക്കെ. സോ നിന്റെ വയറിൽ കൊക്കപ്പുഴു ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അപ്പം ഒരാൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് അവിടെ ഫുഡ് അത്രയധികം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വയറ് നിറച്ച് കഴിക്കാനുള്ള ഫുഡ് അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും വിശപ്പോട് കൂടി, പകുതി നിറഞ്ഞ വയറില്ലെങ്കിൽ ഭാഗം നിറഞ്ഞ വയറോട് കൂടിയായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് വെച്ചിട്ടാണ് അവൻ്റെ ടിഫിൻ ഈ പറയുന്ന സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്. സോ ദ ഹൈ കാസ്റ്റ് ഗേൾസ് ഫ്രം അവർ വില്ലേജ് ഓഫേർഡ് അസ് ദെയർ കറി ആൻഡ് ബക്കാരീസ് വിതൗട്ട് ടച്ചിങ് അസ്, ആൻഡ് ദ തോട്ട് ദാറ്റ് ദേ മൈറ്റ് ഹാവ് സീൻ അവർ ഫുഡ് അപ്സെറ്റ് മീ. ഐ വാസ് അഷെയിംഡ് ഓഫ് മൈ ഫുഡ് ആൻഡ് ഫെൽറ്റ് ഗിൽറ്റി ഈറ്റിംഗ് ഇറ്റ്. മറ്റ് ഹയർ ക്ലാസ് കുട്ടികൾ അവർ കഴിച്ചതിൻ്റെ ബാക്കി കറിയും ഈ പറയുന്ന ബക്കാരിയൊക്കെ ഇവർക്ക് ഓഫർ ചെയ്തു. പക്ഷേ ഇവരെ തൊടാതെ. കാരണം ദീസ് പേഴ്സൺസ് ആർ ഫ്രം അൺടച്ചബിൾ, ദെയർ മഹർ കമ്മ്യൂണിറ്റി. ഓക്കെ. സോ ഞങ്ങളുടെ ഫുഡ് കണ്ടോ അവർ എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഒരു ചമ്മൽ ഉണ്ടായിരുന്നു. കാരണം അത്രയും മോശം ഫുഡാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. സോ ദ ഹൈ കാസ്റ്റ് ബോയ്സ് ആൻഡ് ഗേൾസ് ഫ്രം ദ വില്ലേജ് were eating together. The girls sat close to the teachers. They were all chatting and we sat like owls watching them. And we had before us only the crumbs of bompil. With each morsel, I chewed the lips of the laughing girls. At last we finished eating. So മറ്റൊന്നല്ല, ഈ പറയുന്ന കുട്ടികളെല്ലാവരും, ഹയർ ക്ലാസ് കുട്ടികളെല്ലാവരും ടീച്ചറിൻ്റെ ഒപ്പം ഇരുന്നിട്ട് നല്ല സംസാരിച്ചിരിക്കുകയാണ്. ആൻഡ് ദീസ് പേഴ്സൺസ്, ഈ പറയുന്ന കുട്ടികൾ സംസാരിച്ചിരിക്കുന്നത് നോക്കിയിരിക്കുകയാണ്. കാരണം ഇവർക്ക് അതിനുള്ള അവസരം ഇല്ല, ടീച്ചേഴ്സിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കാനുള്ള അവസരമില്ല. ബിക്കോസ് ദീസ് സ്റ്റുഡൻസ് ആർ ഫ്രം ദിസ് ലോ ക്ലാസ് കമ്മ്യൂണിറ്റി. അപ്പോൾ ബാക്കി കുട്ടികൾ സംസാരിക്കുമ്പോൾ അവരുടെ വായിലേക്ക് നോക്കി ഇരുന്നു കൊണ്ടാണ് ഈ പറയുന്ന ആ ബോംബിൽ ഫിഷിൻ്റെയും ആ ചെറിയ ചട്നിയുടെയും ബക്കാരിയുടെയൊക്കെ കഷ്ണങ്ങൾ, ബാക്കിയുള്ള ചെറിയ പീസ് പോലും ഇവർ ചവച്ചരച്ച് കഴിക്കുന്നത്. ഓക്കെ. സോ ദ ടീച്ചർ ആസ്ക്ഡ് ദ ഹൈ കാസ്റ്റ് ബോയ്സ് ആൻഡ് ഗേൾസ് ടു കളക്ട് ദ ലെഫ്റ്റ് അവേഴ്സ് ഓൺ എ പീസ് ഓഫ് പേപ്പർ ആൻഡ് ഗിവ് ടു us. I and Pasha carried the bundle of leftover food on the way back. The high caste boys and girls were laughing and joking, but our whole attention was on the bundle. Malya carried a bundle of bakari on his head, and we, the Mahar boys, followed him excitedly like hungry vultures. At last we gathered in Garmalya's farm and opened the bundle. It contained crumbs of different kinds of food, and their spicy smell filled at there. Then
Then we scattered in a circle and stuffed ourselves greedily. We had never tasted food like that before. We were all really gluttonous. Our stomachs were as greedy as beggars' sack. So ഇവർക്ക് ബാക്കിയുള്ള ഈ ഫുഡ്, ഈ ഹയർ ക്ലാസ് സ്റ്റുഡൻസ് അവരുടെ ബാക്കി വന്ന എച്ചിലുകൾ അല്ലെങ്കിൽ ബാക്കി വന്ന ഫുഡ് ഇതെല്ലാം എന്താണ് ഒരു സഞ്ചിയിലാക്കിയിട്ട് ഈ പറയുന്ന മഹർ ബോയ്സിന് കൊടുക്കാൻ ടീച്ചേഴ്സ് പറയുന്നു, ഇവർ കൊടുക്കുന്നു. ആൻഡ് പാർഷ്യയുടെ കയ്യിലാണ് ഈ പറയുന്ന എന്താണ് ആ ഒരു ബണ്ടിൽ, ബാക്കി വന്ന ഫുഡിന്റെ ബണ്ടിൽ പൊതിഞ്ഞ് തലയിൽ വെച്ച് ഇവർ തിരിച്ച് നടക്കുകയാണ്. ബാക്കി ഹയർ സ്റ്റുഡൻസ് എല്ലാം, ഹയർ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട സ്റ്റുഡൻസ് എല്ലാം തമാശ പറഞ്ഞ് സംസാരിച്ച് നടന്നു നീങ്ങുന്നു. ബട്ട് ദീസ് പേഴ്സൺസ് ഫ്രം ദീസ് ലോവർ ക്ലാസ് കമ്മ്യൂണിറ്റി ആർ ഈഗർലി വാച്ചിങ് ടു ദിസ് ബണ്ടിൽ ഓഫ് ലെഫ്റ്റ് ഓവർ ഫുഡ്. അവരുടെ കണ്ണുകൾ മുഴുവൻ ഈ ഫുഡിലാണ്. കാരണം അവിടെ എത്തുമ്പം ഈ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ. സോ ഗിർമാലിയയുടെ ഫാമിലെത്തുന്നു. ആൻഡ് അവരെല്ലാം കൂടെ എന്താണ് അവരുടെ വയർ എന്ന് പറയുന്നത് ഒരു ബെഗേഴ്സ് സാക്കാണ് കമ്പയർ ചെയ്യുന്നത്. കാരണം ഒരു യാചകന്റെ സഞ്ചി ഒരിക്കലും നിറയില്ല, എന്ത് കിട്ടിയാലും അയാൾ വാങ്ങിക്കോളും. ആ രീതിയിലായിരുന്നു ഇവരുടെ വയർ. സോ വെൻ ഐ ഗോഡ് ഹോം ഐ ടോൾഡ് മൈ മദർ ഓൾ ദിസ്. അപ്പോൾ ഇതിന് മുന്നേ ആ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. അവർ എല്ലാവരും കൂടെ ഒരു ഈച്ച പൊതിഞ്ഞതുപോലെ ഈ ഭക്ഷണത്തിന്റെ ചുറ്റും കൂടി നിന്നുകൊണ്ട് അത് വാരി വലിച്ച് കഴിക്കുന്ന ആ ഒരു അവസ്ഥ അവിടെ വിവരിക്കുന്നുണ്ട്. സോ വീട്ടിലെത്തിയപ്പോൾ മദറിനോട് ഇതെല്ലാം പറയാണ്. ആൻഡ് ലൈക്ക് ദ വിക്ടിം ഓഫ് എ ഫാമിൻ ഷീ സെഡ്, വൈ ഡിഡിൻ യു ഗെറ്റ് ദ ലീസ്റ്റ് എ സ്മാൾ പോർഷൻ ഇറ്റ് ഫോർ മീ? ലെഫ്റ്റ് ഓവർ ഫുഡ് ഈസ് നെക്ടർ. her words made Girmalia's farm cure in my stomach. അപ്പോൾ അത്രയും കാലം ക്ഷാമം അനുഭവിച്ച, ഭക്ഷണം പോലും നേരത്തെ കിട്ടാത്ത ഒരു ഫാമിലിയിൽ പെട്ട ആ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ മദർ ചോദിക്കുകയാണ്, നിനക്ക് കിട്ടിയ ഫുഡിന്റെ കുറച്ചെങ്കിലും ഇവിടെ കൊണ്ടുവന്നൂടായിരുന്നോ? നമുക്കത് അമൃതല്ലായിരുന്നോ? എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്നൊരു ചോദ്യം. ആ ചോദ്യം അവൻ്റെ ഉള്ളിൽ, ആ പറയുന്ന ആ സിറ്റുവേഷൻ മൊത്തം അവൻ്റെ വയറിൽ പോലും വിറയ്ക്കുന്ന പോലെ തോന്നി. കാരണം അവനത് ചെയ്തില്ല. കാരണം തൻ്റെ വിശപ്പ് കണ്ടപ്പം തനിക്ക് കിട്ടിയ ഫുഡ് അവർ വാരി വലിച്ച് കഴിക്കാനുണ്ടായത്, വീട്ടിലേക്ക് ഒരു തുള്ളി പോലും കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു മദറിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ഫാമിലിയുടെ അവസ്ഥയാണ് നമുക്ക് മുന്നിൽ സൂചിപ്പിക്കുന്നത്, നമുക്ക് മുന്നിൽ തുറന്ന് കാട്ടുന്നത്. കഴിക്കാൻ ഭക്ഷണമില്ലാതെ ജീവിക്കുന്ന ആ ഫാമിലിയുടെ ഒരു അവസ്ഥ, ആ ഒരു ക്വസ്റ്റ്യൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മദർ ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ദ നെക്സ്റ്റ് ഡേ ഈ കുട്ടികളെല്ലാം ക്ലാസ്സിൽ തിരിച്ചെത്താണ്. സോ ഐ വെന്റ് ടു സ്കൂൾ ദ നെക്സ്റ്റ് ഡേ. ദ ടീച്ചർ ഹാഡ് ഓൾറെഡി ആസ്ക്ഡ് ദ ബോയ്സ് ആൻഡ് ഗേൾസ് ടു റൈറ്റ് ദ എസ്സേ ഓൺ ദ പിക്നിക്. അതുണ്ടാവാറുണ്ട്, നമ്മൾ സാധാരണ ഒരു യാത്രയൊക്കെ പോയാൽ യാത്രാ വിവരണം എഴുതിക്കാൻ പറയാറുണ്ട്. സോ ദ സ്റ്റുഡൻസ് ഓഫ് ദ 7th ഫ്രം ഇൻ പെർട്ടിക്കുലർ were busy writing the essay. Although I was only in the 3rd form, the teacher had asked us also to write. Both the classes were run in the same room. While the senior boys and girls wrote swiftly, I sat worrying. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. all these students of different classes are sitting in the same classroom. അവിടുത്തെ ആ ഒരു സ്കൂളിൻ്റെ അവസ്ഥയാണ് നമുക്ക് മുന്നിൽ അവിടെ തുറന്ന് കാണിക്കുന്നത്. ക്ലാസ് റൂമുകൾ പോലും അത്യാവശ്യത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് അവരെല്ലാ ക്ലാസ്സുകളിൽ പെട്ട കുട്ടികളും ഒരേ ക്ലാസ് റൂമിലാണ് അവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ബാക്കി സീനിയർ ആയിട്ടുള്ള കുട്ടികൾ എഴുതുന്നുണ്ട്, പക്ഷേ ഇവൻ എഴുതുന്നില്ല തലേ ദിവസത്തെ പിക്നിക്കിനെ പറ്റിയിട്ടുള്ള യാത്രാ വിവരണം. കാരണം മറ്റൊന്നല്ല, ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ വെൻ ദ ടീച്ചർ നോട്ടീസ്ഡ് മീ അപ്പാരന്റ്ലി ഡൂയിങ് നത്തിങ് ഹി ഗ്രൂ അനോയിഡ് ആൻഡ് ഷൗട്ടഡ്. ഇവൻ എഴുതാത്തത് കണ്ടപ്പോൾ ആ ടീച്ചർ ഇവനോട് ഷൗട്ട് ചെയ്യാണ്. എന്താണ് ഷൗട്ട് ചെയ്യുന്നത്? അവോടൊന്ന് ശ്രദ്ധിക്കൂ. യു സൺ ഓഫ് എ ബിച്ച്. ഓക്കെ, യു സൺ ഓഫ് എ ബിച്ച്. ഓക്കെ, ഞാൻ അതിൻ്റെ ട്രാൻസ്ലേഷൻ പറയുന്നില്ല. കം ഓൺ ആൻഡ് സ്റ്റാർട്ടിങ് റൈറ്റിംഗ്. യു ലൈക്ക് ഈറ്റിംഗ് ആൻ ഓക്സ്. ഓക്കെ, ഡോണ്ട് യു. സോ ഈ പറയുന്ന രീതിയിൽ എന്താണ്, ഒരു ജസ്റ്റ് കം ഓൺ ആൻഡ് സ്റ്റാർട്ടിംഗ് റൈറ്റിംഗ്. യു ലൈക്ക് ഈറ്റിംഗ് ആൻ ഓക്സ്. ഡോണ്ട് യു. I picked up my slate and a pencil, spat on this slate. അപ്പോൾ അവിടെ ഈറ്റിംഗ് ആൻഡ് ഓക്സ് എന്നൊക്കെ ഉദ്ദേശിച്ചത് പല റെഫറൻസുകളുണ്ട്. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇവരെ അവഹേളിക്കുകയാണ്, ഈ പറയുന്ന കുട്ടികളെ ആ രീതിയിലാണ് അവിടെ ടീച്ചർ അഭിസംബോധന ചെയ്യുന്നത്. അതുപോലെ തന്നെ സൺ ഓഫ് എ ബിച്ച് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വളരെ മോശപ്പെട്ട രീതിയിലാണ് ആ ടീച്ചർ ഇവരെ അഭിസംബോധന ചെയ്യുന്നത്. ആൻഡ് അവനോട് ദേഷ്യപ്പെട്ടപ്പോൾ അവൻ്റെ സ്ലേറ്റും പെൻസിലും എടുത്ത് അതിലോ ജസ്റ്റ് ഒന്ന് സ്പാറ്റ് ഓൺ ദ സ്ലേറ്റ്. അത് വേറൊന്നുമല്ല, അതിലൊന്ന് തുപ്പിയിട്ട് അതൊന്ന് തുടയ്ക്കുന്നു. കാരണം പഴയ കാലത്ത് അങ്ങനെയാണ് ചെറിയ കുട്ടികൾ സ്ലേറ്റ് തുടച്ചിരുന്നത്, തുപ്പലുകൊണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ അവനും തുടയ്ക്കുന്നു. ആൻഡ് അവൻ്റെ ഷർട്ടിൻ്റെ ആ ഒരു ചെറിയ കോർണർ വെച്ചിട്ട് അവൻ ആ സ്ലേറ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നു. ആൻഡ്
I didn't know how and what to write. I kept writing of how we had scattered in a circle under the tree in the forest, eating. I remembered the hands of high caste boys and girls offering us their leftovers, the withered tree in whose shade we sat, the bundle of leftovers, the question my mother had asked, and the teacher calling me son of a bitch and a beef eater. How should I writing the essay my teacher had asked for? അപ്പോൾ അവൻ സ്ലേറ്റൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇരുന്നിട്ട് ആലോചിക്കുകയാണ്, എന്ത് ഞാൻ എഴുതണം, എന്താണ് ഞാൻ എഴുതേണ്ടത്. ഓക്കെ, ദ സീൻ ഓഫ് ദാറ്റ് വിതേർഡ് ട്രീ, എന്താണ് ചിതറിത്തെറിച്ച് ഉണങ്ങി വീഴാറായ ആ മരം, അതിൻ്റെ ചോട്ടിലിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു അവസ്ഥയാണോ ഞാൻ എഴുതേണ്ടത്? അല്ലെങ്കിൽ മറ്റു കുട്ടികൾ, ഹയർ ക്ലാസ് സ്റ്റുഡൻസ് ഞങ്ങൾക്ക് ഭക്ഷണം ഓഫർ ചെയ്യുന്നു, ഞങ്ങളെ തൊടാതെ, ഞങ്ങളോട് സംസാരിക്കാതെ, ആ സീനാണോ ഞാൻ എഴുതേണ്ടത്? അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ഞങ്ങളുടെ ഭക്ഷണത്തിൻ്റെ അവസ്ഥയാണോ ഞാൻ എഴുതേണ്ടത്? ആ ഒരു ഗ്രൗണ്ടിൽ ബാക്കി കിട്ടിയ ലെഫ്റ്റ് ഓവർ ഫുഡ് ഞങ്ങളെല്ലാവരും കൂടി ഈച്ച ഒതുഞ്ഞ പോലെ ഇരുന്ന് കഴിച്ചതാണോ ഞാൻ എഴുതേണ്ടത്? ആൻഡ് ദ ക്വസ്റ്റ്യൻ വിച്ച് മൈ മദർ ആസ്ക്ഡ് മീ, എന്തുകൊണ്ട് നീ ബാക്കിയുള്ള ഭക്ഷണത്തിൻ്റെ നിനക്ക് കിട്ടിയതിൽ ഒരു ഇത്തിരി പോലും ഇവിടെ കൊണ്ടുവന്നില്ല എന്ന ആ ഒരു ക്വസ്റ്റ്യൻ, അതാണോ ഞാൻ എഴുതേണ്ടത്? അല്ലെങ്കിൽ ഈ ടീച്ചർ എന്നോട് ദേഷ്യപ്പെട്ടത് സൺ ഓഫ് എ ബിച്ച് ആൻഡ് ബീഫ് ഈറ്റർ, താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് ബീഫ് ഈറ്റർ, സൺ ഓഫ് എ ബിച്ച് എന്നൊക്കെ പറയുന്നത്, ആ പേര് വിളിച്ചതാണോ ഞാൻ എഴുതേണ്ടത്? ഏതാണ് ഞാൻ എഴുതേണ്ടത് എന്നാണ് അവൻ ചോദിക്കുന്നത്. ഈ ചോദ്യം നമ്മളോടാണ് ചോദിക്കുന്നത്. സോ ദിസ് ചാപ്റ്റർ ആൻഡ് ദിസ് all these questions which the writer in his childhood asked is a question against to us, നമ്മളോട് ചോദിക്കുന്നതാണ്. ഓക്കെ, നമ്മളാണ് ഇതിന് ആൻസർ ചെയ്യേണ്ടത്. സോ these things all these things are pointing to the sad life of this low class community persons. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട്, അതിൽ ജനിക്കപ്പെട്ടു പോയതുകൊണ്ട് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ റൈറ്റർ വളരെയധികം തോട്ട്ഫുൾ ആയിട്ട് നമുക്ക് മുന്നിൽ വരച്ച് കാണിക്കുന്നത്. ഓക്കെ, സോ ഈ പറയുന്ന ഒരു ലോ ക്ലാസ് കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളായതുകൊണ്ട് എത്രത്തോളം അവൻ്റെ ലൈഫിൽ നമ്മുടെ റൈറ്റർ സ്ട്രഗിൾ ചെയ്തു, അനുഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. സോ നമ്മുടെ റൈറ്റർ ഓരോ ലോ ക്ലാസ് കമ്മ്യൂണിറ്റി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും റെപ്രസെൻറ്റേറ്റീവാണ്. ഓക്കെ, താങ്ക് യു.